ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ബിരിയാണിയൊക്കെ എത്ര നാളും കഴിഞ്ഞാലും നമുക്കൊരു ഇമോഷനാണ് കേട്ടോ. ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ നോക്കാം. സവാള, പച്ചമുളക്, തക്കാളി, പുതിനയില, മല്ലിയില, വെളുത്തുള്ളി. ചിക്കൻ വറുത്തിട്ടാണ് കറിയൊക്കെ. അപ്പം അതിനുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്ര ഇട്ട് ചതച്ച് നന്നായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വറുക്കാനായിട്ട് വെക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് വറുത്ത് കോരി വയ്ക്കാം. ചിക്കൻ കറിക്കുള്ള തക്കാളിയും പുതിനയിലയും അരിഞ്ഞ് വെക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ഓണിയൻ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് കോരി ആറാനായിട്ട് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറും കേട്ടോ. അതിന് ശേഷം പിന്നെ എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില, തക്കാളി എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ചിക്കൻ കറിക്ക് എത്രത്തോളം വെള്ളമാണോ വേണ്ടത് അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെക്കുക. ശേഷം അത് വറ്റി വരണ്ടുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിട്ടായിരിക്കും വരിക. ഉപ്പൊക്കെ പാകത്തിന് നോക്കും. ഞാനിവിടെ ബിരിയാണി വെക്കാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. നന്നായിട്ട് കഴുകി വെള്ളം വാർത്തെടുത്ത് കുറച്ച് നേരം വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് ചൂടാക്കുക. ഗ്രാമ്പു, ഏലക്ക, പട്ടയ, ഉപ്പൊക്കെ ഇടുക. ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് എന്ന റേഷ്യോയിൽ വെള്ളം വെക്കുക. ശേഷം 20 മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നല്ല അടിപൊളി ബിരിയാണി റൈസ് റെഡിയായി കിട്ടും. ശേഷം നമുക്ക് മുകളിൽ വറുത്ത് വെച്ച ഒണിയൻ, പുതിനയില, കിസ്മസ്, കശുവണ്ടി ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കഴിക്കാം കേട്ടോ. പണ്ട് കുട്ടിക്കാലത്തൊക്കെ അമ്മ വാങ്ങിച്ചു തന്ന ബിരിയാണിയുടെ ടേസ്റ്റ് ഇന്നും നാവിന്ന് പോയിട്ടില്ല. 90 കിഡ്സിനൊക്കെ ഇന്നും ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ബിരിയാണി തന്നെയായിരിക്കും. ഞാനും ഒരു 90 കിഡാണ്. എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി തന്നെയാണ്. നിങ്ങളും ട്രൈ ചെയ്തോളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.